എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഒട്ടനവധി നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഒരു വിജ്ഞാപനമാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ നവോദയ വിദ്യാലയങ്ങളിലേക്കും കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്കും വന്നിരിക്കുന്ന ഒരു മെഗാ റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ നിലവിൽ അതിൻ്റെ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ യോഗ്യതയുള്ളവർക്കും നമുക്ക് ടീച്ചിങ് പോസ്റ്റുകളുണ്ട്, നോൺ ടീച്ചിങ് പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ പോസ്റ്റുകളോട് ഏകദേശം ഒരു 13,000-ലധികം വേക്കൻസികളാണ് നമ്മുടെ രാജ്യം മുഴുവൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നമുക്ക് നവോദയ വിദ്യാലയങ്ങളും കേന്ദ്രീയ വിദ്യാലയങ്ങളും നമ്മുടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അവിടങ്ങളിലേക്കൊക്കെ വേക്കൻസികളുണ്ട്. അപ്പോൾ ഓരോ നോൺ ടീച്ചിങ് ആയാലും ടീച്ചിങ് സ്റ്റാഫ് ആയാലും അവരവരുടെ യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അവരവരുടെ യോഗ്യത അനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ PG ടീച്ചർമാരുടെയൊക്കെ യോഗ്യതയെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ കേരളത്തിലൊരു ടീച്ചർ ആവാൻ നമുക്ക് നമ്മുടെ അടിസ്ഥാന യോഗ്യതയോടൊപ്പം തന്നെ നമ്മൾ അധ്യാപക യോഗ്യതകളായിട്ടുള്ള സെറ്റോ കേട്ടറ്റോ ഒക്കെ പാസ്സായിരിക്കണം. ഇപ്പം നമ്മൾ കേന്ദ്രീയ വിദ്യാലയത്തിലും അതുപോലെ തന്നെ നവോദയ വിദ്യാലയങ്ങളിലും PG ടീച്ചർമാരാകാൻ എന്ത് വേണ്ട, ഈ പറഞ്ഞ യോഗ്യതകളൊന്നും വേണ്ട. നമ്മുടെ PGയോടൊപ്പം B.Ed കൂടിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റ് കേട്ടറ്റോ സെറ്റോ അങ്ങനെയുള്ള യോഗ്യതകളൊന്നും PG ടീച്ചർമാർക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം, നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേ, കേന്ദ്രീയ വിദ്യാലയ നവോദയ വിദ്യാലയ, കേന്ദ്രീയ വിദ്യാലയ നവോദയ വിദ്യാലയ എന്നുള്ളത് നമുക്കറിയാം 1288 കേന്ദ്രീയ വിദ്യാലയങ്ങളാണ് നമുക്ക് രാജ്യം ഒട്ടുകൊണ്ടുള്ളത്. 1288 കേന്ദ്രീയ വിദ്യാലയങ്ങളാണ് നമുക്ക് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ജവഹർ നവോദയ വിദ്യാലയ 653 ജവഹർ നവോദയ വിദ്യാലയങ്ങളും എവിടെയുണ്ട്, ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം ജവഹർ നവോദയ വിദ്യാലയങ്ങളിലെ അധ്യാപകർ ഒരു റെസിഡൻഷ്യൽ അവിടെ തന്നെ താമസിച്ച് ജോലി ചെയ്യുന്ന ഒരു രീതിയാണ് ജവഹർ നവോദയ വിദ്യാലയങ്ങളുടെ അധ്യാപകരെ സംബന്ധിച്ചുള്ളത്. 653 സ്കൂളുകളുണ്ട് ജവഹർ നവോദയ വിദ്യാലയത്തിന് കീഴിൽ രാജ്യത്ത്. 1288 കേന്ദ്ര വിദ്യാലയങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. 14-ാം തീയതി നമുക്ക് എന്തായിട്ടുണ്ട്, 14-11 നവംബർ 14-ാം തീയതി നമുക്ക് എന്തായിട്ടുണ്ട്, നമുക്ക് ഇതിന്റെ എല്ലാം ടീച്ചിങ് ആയാലും നോൺ ടീച്ചിങ് ആയാലും മുഴുവൻ നോട്ടിഫിക്കേഷൻസും അപ്ലൈ ചെയ്യാൻ 14-ാം തീയതി മുതൽ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ 14-ാം തീയതി മുതൽ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിച്ച് തുടങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാ, നമുക്ക് 14-ാം തീയതി വരെ അപേക്ഷിച്ച് തുടങ്ങാം. 20 ദിവസമാണ് നമുക്ക് സമയം തന്നേക്കുന്നത്. ഡിസംബർ 4 നമുക്ക് എന്താവും, ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്, ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാ ഡിസംബർ 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് ഒന്നും ആരും നോക്കിയിരിക്കരുത്. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് തുടങ്ങുക. നമുക്കറിയാം വലിയൊരു അവസരമാണ്. കാരണം ടീച്ചിങ് സ്റ്റാഫും നോൺ ടീച്ചിങ് സ്റ്റാഫുമായിട്ട് ഏകദേശം 13,000-ലധികം വേക്കൻസികളാണ് ഇപ്പോൾ തന്നെ നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. ഓക്കെ, നമുക്കറിയാം CBSE ആണ് ഈ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. ആരാണ്? CBSE ആണ് ഈ പരീക്ഷ. CBSE ആണ് ഈ പരീക്ഷ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലുള്ള CBSE ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പരീക്ഷകൾ നമ്മുടെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്ക് നവോദയ വിദ്യാലയങ്ങളിലേക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രകാരം പരീക്ഷ നടത്തുന്ന ആരാ, CBSE ആണ്. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെ അപേക്ഷിക്കാം, ഏതൊക്കെ വെബ്സൈറ്റുകൾ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്? ദ കാൻഡിഡേറ്റ്സ് are advised to visit only the official websites CBSE, KVS and NVS. ഓക്കെ, അപ്പൊ ഈ 3 സൈറ്റുകൾ വഴി, 3 വെബ്സൈറ്റുകൾ വഴി നമുക്ക് അപേക്ഷിക്കാം. അതിലൊന്ന് ആരുടെ വെബ്സൈറ്റാ, CBSEയുടെ വെബ്സൈറ്റ് ആണ്. നോക്കിയേ, CBSEയുടെ വെബ്സൈറ്റ് ആണ് ഒരു വെബ്സൈറ്റ്. www.cbse.gov.in ആണ് ഒരു വെബ്സൈറ്റ്. അടുത്ത വെബ്സൈറ്റ് നോക്കിയേ, kvsangadan.nic.in ആണ് രണ്ടാമത്തെ വെബ്സൈറ്റ്. അടുത്ത് നോക്കിയേ, നവോദയ.gov.in ആണ് മൂന്നാമത്തെ വെബ്സൈറ്റ്. അപ്പൊ ഈ 3 വെബ്സൈറ്റുകളും ഒഫീഷ്യൽ വെബ്സൈറ്റുകളാണ്. ഈ വെബ്സൈറ്റുകൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ 3 വെബ്സൈറ്റുകൾ വഴി
ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈൻ വഴി എന്ത് ചെയ്യണം, ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റുകളിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് പോസ്റ്റാണോ, UG ടീച്ചറാണോ, TG ടീച്ചറാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ ടീച്ചിങ് സ്റ്റാഫ് വേക്കൻസി ആണോ, അതിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വെബ്സൈറ്റ്, ഈ 3 വെബ്സൈറ്റുകൾ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നമ്മുടെ PG ടീച്ചർമാരുടെ ഒരു ഡീറ്റെയിൽസ് ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്. കാരണം ഒരുപാട് അധ്യാപകരാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കേരളത്തിലുണ്ട്. അതിൽ ചിലർക്ക് ഈ പറഞ്ഞ അധ്യാപക യോഗ്യതകളായ സെറ്റോ കേട്ടറ്റോ ഒന്നും ഇല്ലാത്തവരാ. അപ്പൊ അവർക്കൊക്കെ ഉള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അവസരം. നിങ്ങൾക്ക് സെറ്റോ കേട്ടറ്റോ ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് BEdും അതിന്റെ കൂടെ PGയും ഉണ്ടെങ്കിൽ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും PG ടീച്ചറിന്. അതേസമയം നമുക്ക് TG ടീച്ചർ ഉണ്ട്, അത് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ മതി. പക്ഷെ അതിന്റെ കൂടെ എന്ത് പാസ്സായിരിക്കണം, അതിന്റെ കൂടെ CTET പാസ്സായിരിക്കണം കേട്ടോ. അതിന്റെ അടിസ്ഥാന യോഗ്യതയുടെ കൂടെ എന്തുണ്ടാവണം, നമ്മുടെ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് കൂടി പാസ്സായവർക്ക് TG ടീച്ചറിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിന് അത് വേണ്ട. അപ്പൊ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിനെ സംബന്ധിച്ച് അവർക്ക് എന്ത് വേണ്ട, അധ്യാപക യോഗ്യതയായിട്ടുള്ള സെറ്റോ നെറ്റോ കേട്ടറ്റോ ഒന്നും വേണ്ട. PGയോടൊപ്പം BEd ഉള്ള PGക്കാർക്ക് ഈ പറഞ്ഞ സബ്ജക്റ്റുകളിൽ നോക്കിയേ, ഹിന്ദി, അതിന് ഓരോ കാറ്റഗറി, അൺറിസർവ്ഡ്, EWS, OBC, അങ്ങനെ കൃത്യമായിട്ട് ഓരോ വേക്കൻസികൾ തരം തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഹിന്ദിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള BEd ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഇത്. അതുപോലെ ഇംഗ്ലീഷ്, ഹിന്ദിയിൽ എത്ര വേക്കൻസി, അൺറിസർവ്ഡ് 52, ടോട്ടൽ 124 വേക്കൻസി എവിടെയുണ്ട്, കേന്ദ്രീയ വിദ്യാലയയിൽ എത്ര വേക്കൻസി ഉണ്ട്, ഹിന്ദിക്ക് 124 വേക്കൻസി ഉണ്ട്. ഇംഗ്ലീഷിന് നോക്കിയേ, ഇംഗ്ലീഷിൽ PGയും അതുപോലെ തന്നെ BEdും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ടോട്ടൽ 164 വേക്കൻസി ഉണ്ട് കേട്ടോ. ടോട്ടൽ എവിടെ, കേന്ദ്ര വിദ്യാലയയിലാണ്, ജവഹർ നവോദയ വിദ്യാലയയിലെ. ഞാൻ അടുത്ത സ്ലൈഡിൽ ഞാൻ ഡീറ്റെയിൽ പറയാം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് PG ടീച്ചറിൻ കേന്ദ്ര വിദ്യാലയമാണ്. അപ്പോൾ ഹിന്ദിക്ക് ടോട്ടൽ 124 വേക്കൻസി ഇവിടെയുണ്ട്, ഇംഗ്ലീഷിന് 164 വേക്കൻസി ഉണ്ട്, ഫിസിക്സിന് 213 വേക്കൻസി ഉണ്ട് കേട്ടോ. 213 വേക്കൻസി ഉണ്ട്. കെമിസ്ട്രിക്ക് നോക്കിയേ 204 വേക്കൻസി ഉണ്ട്. മാത്തമാറ്റിക്സിന് 80 വേക്കൻസി ആണുള്ളത്. ബയോളജിക്കും വേക്കൻസി ഉണ്ട് കേട്ടോ, 127 വേക്കൻസി കേന്ദ്രീയ വിദ്യാലയയിൽ ബയോളജിക്ക് ഉണ്ട്, 127 വേക്കൻസി. ഹിസ്റ്ററിയിൽ 75 വേക്കൻസി ഉണ്ട് കേന്ദ്രീയ വിദ്യാലയത്തിൽ. ജോഗ്രഫിക്ക് 73 ആണ്, ജോഗ്രഫിക്ക് 73 വേക്കൻസിയാണ് കേന്ദ്രീയ വിദ്യാലയയിലുള്ളത്. എക്കണോമിക്സിന് KVയിൽ 129 വേക്കൻസി ഉണ്ട്. കൊമേഴ്സിന് KVയിൽ 96 വേക്കൻസി ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസിന് KVയിൽ 176 വേക്കൻസി ഉണ്ട്. ബയോടെക്നോളജിക്ക് KVയിൽ 4 വേക്കൻസി ഉണ്ട്. അപ്പൊ കേന്ദ്രീയ വിദ്യാലയയിൽ മാത്രം PG ടീച്ചറിന്റെ വേക്കൻസി 1465 ആണെന്ന് ഓർത്തോണം. ഓക്കെ, വലിയ നമ്പർ അല്ലേ, വലിയ നമ്പറാ. കേന്ദ്രീയ വിദ്യാലയം മാത്രമുള്ളതാണ്, PG ടീച്ചറിന്റെ കേന്ദ്രീയ വിദ്യാലയം മാത്രമുള്ളതാണ് 1465 വേക്കൻസി. അത് നോക്കിയേ, മിക്കവാറും എല്ലാ സബ്ജക്റ്റിലും ഉണ്ട്. ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി ബയോടെക്നോളജിയിൽ വരെ എന്തുണ്ട്, വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. കേന്ദ്രീയ വിദ്യാലയയിൽ PG ടീച്ചറിന് മാത്രം 1465 വേക്കൻസികളാണ് ഉള്ളത്. ഇനി നമ്മുടെ PG ടീച്ചറിന് തന്നെ നവോദയയിൽ എത്ര വേക്കൻസികൾ ഉണ്ടെന്ന് നോക്കാം. നവോദയയിൽ ഓക്കെ, അപ്പൊ നോക്കിയേ, PG ടീച്ചറിന്റെ നവോദയയിൽ എത്ര വേക്കൻസിയാ, ഹിന്ദിക്ക് നവോദയയിൽ എത്ര, 127 വേക്കൻസി ഉണ്ട്. ഹിന്ദിക്ക് 127 വേക്കൻസി. ഇംഗ്ലീഷിന് 146 വേക്കൻസി. ഫിസിക്സിന് നോക്കിയേ 186 വേക്കൻസി ഉണ്ട്, 186 വേക്കൻസി ഉണ്ട് നവോദയയില്. കെമിസ്ട്രിക്ക് നോക്കിയേ 121 വേക്കൻസി ഉണ്ട്, 121 വേക്കൻസി ഉണ്ട്. ഏകദേശം കെമിസ്ട്രി ജവഹർ നവോദയയും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രീയ വിദ്യാലയം കൂടെ ആകുമ്പോൾ ഏകദേശം ഒരു 300-ൽ മേളിൽ 325ഓളം വേക്കൻസി മാത്രമുണ്ട് കെമിസ്ട്രിക്ക് കേട്ടോ. മാത്തമാറ്റിക്സിന് എത്ര വേക്കൻസി ഉള്ളത്, 167 വേക്കൻസി. ബയോളജിക്ക് നോക്കിയേ 161 വേക്കൻസി. ഹിസ്റ്ററിക്ക് 110 വേക്കൻസി. ജോഗ്രഫിക്ക് 106 വേക്കൻസി. എക്കണോമിക്സിന് 148 വേക്കൻസികളുണ്ട്. കൊമേഴ്സിന് 43 വേക്കൻസികളുണ്ട്.
കമ്പ്യൂട്ടർ സയൻസിന് 135 വേക്കൻസീസ് ഉണ്ട്. അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട് കേട്ടോ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അത് മെയിലിനും ഫീമെയിലിനും അപ്ലൈ ചെയ്യാം. മെയിലിനും ഫീമെയിലിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെത് 63 വേക്കൻസി ഉണ്ട്. ഓക്കെ, ടോട്ടൽ എത്ര? 1513 വേക്കൻസികളാണ് നവോദയ വിദ്യാലയങ്ങളിലുള്ള PG അധ്യാപകരുടെ വേക്കൻസി. ചെറിയ വേക്കൻസി ആണോ? 1513. അപ്പൊ നോക്കിയേ, മൊത്തത്തിൽ ടോട്ടൽ PG ടീച്ചർമാരുടെ വേക്കൻസി എത്ര നോക്കിയേ? 1465 1513. നോക്കിയേ, 5 3 8 6 1 7 5 4 9 2978 വേക്കൻസികളാണ് PG അധ്യാപകരുടെ വേക്കൻസി. നമുക്കറിയാം ഇതിന് ഒറ്റ പരീക്ഷയായിട്ടായിരിക്കും നടത്തുന്നത്. ടയർ 1, ടയർ 2, പിന്നെ ഇന്റർവ്യൂ ഉള്ളത്. അപ്പൊ ടയർ 1 പരീക്ഷ ഒറ്റ സിലബസ് ആണ്, അതുകൊണ്ട് ഒറ്റ പരീക്ഷയായിട്ടായിരിക്കും നടത്തുന്നത്. 2978 വേക്കൻസികളുണ്ട് രണ്ടിടത്തൂടെ PG ടീച്ചർമാരുടെ മാത്രം. നമുക്കറിയാം വേറെ സെറ്റ് വേണ്ട, നെറ്റ് വേണ്ട, നമുക്ക് BEഡോ അല്ലെങ്കിൽ BEഡിന്റെ കൂടെ ബന്ധപ്പെട്ട വിഷയത്തിൽ PGയോ ഉണ്ടായാൽ മാത്രം മതി ഈ ഒരു വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യാം. 2978 വേക്കൻസി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വേക്കൻസി അല്ല. അൺറിസർവ്ഡ് കാറ്റഗറി, EWS കാറ്റഗറി, OBC, SC, ST തുടങ്ങിയുള്ള കാറ്റഗറികളെല്ലാം കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രകാരം നിയമനവും കൃത്യമായിട്ട് നടക്കും. പരീക്ഷകൾ ഒരുപാട് നീണ്ടു പോകത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഈ പറഞ്ഞ കേന്ദ്രീയ വിദ്യാലയത്തിലേക്കും ജവഹർ നവോദയ വിദ്യാലയത്തിലും ഒക്കെ പരീക്ഷ വന്ന് ടയർ 1 കഴിഞ്ഞാൽ ടയർ 2ന് വലിയ സമയം കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ടയർ 1 പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സബ്ജക്റ്റ് കൂടെ പഠിച്ചു പോകണം കേട്ടോ. സബ്ജക്റ്റ് കൂടെ നമ്മൾ സൈഡിൽ കൂടെ പഠിച്ചു പോകണം. പക്ഷെ ടയർ 1 നമ്മൾ എന്ത് ചെയ്യണം? ക്രാക്ക് ചെയ്യുന്നതിലാണ് കാര്യം. ടയർ 1 ക്രാക്ക് ചെയ്തെങ്കിൽ മാത്രമേ ടയർ 2 നമ്മുടെ സബ്ജക്ട് ഓറിയന്റഡ് പരീക്ഷയാണ്. നിങ്ങൾ പഠിച്ചിരിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കും ചോദിക്കുന്നത് ടയർ 2ൽ കൂടുതലും. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം ബേസ് ഉള്ളതാണ്, നമുക്കത് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ടയർ 1 ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ 1ന്റെ സിലബസ് ആണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ 2978 വേക്കൻസിയാണ് PG ടീച്ചർമാരുടെ വേക്കൻസി. അതുപോലെ തന്നെ UG ടീച്ചർമാരുടെയും വേക്കൻസികളുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മാസ്റ്റർ കീ അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക? ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസം ഇപ്പൊ നമ്മൾ PG ടീച്ചർമാർ പറയുന്നുണ്ടെങ്കിലും UG ടീച്ചർമാരുടെയും വീഡിയോ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തും കേട്ടോ. വരും ദിവസങ്ങളിൽ എത്തും. ഇനി നോക്കിയേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പേ സ്കെയില് അതിയായ ആകർഷകമായ പേ സ്കെയിലാണുള്ളത്. നോക്കിയേ, ലെവൽ 8 ആണ് പേ സ്കെയിലിന്റെ ലെവൽ 8 ആണ്. കേന്ദ്ര സർക്കാരിന്റെ ലെവൽ 8 പേ സ്കെയിലാണ് ഈ ഒരു പോസ്റ്റിനുള്ള. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നോക്കിയേ, 47,600 ബേസിക് പേ 47,600. 47,600 ബേസിക് പേ. 1,51,100 രൂപയാണ് ബേസിക് പേ. നോക്കിയേ, 47,600 തുടങ്ങി 1,51,100 രൂപ വരെയാണ് നമ്മുടെ ഈ ഒരു പോസ്റ്റിന്റെ, നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പേ സ്കെയിൽ ലെവൽ 8 പ്രകാരം നൽകുന്ന പേ സ്കെയിലാണ് ഇത്. ബേസിക് പേ ആണ്. നിങ്ങൾക്ക് ഒരു 50-55,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങളുടെ പ്രതിമാസം നിങ്ങളുടെ തുടക്കം തന്നെ സാലറി ആയിട്ട് കൈ കിട്ടുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഈ ഒരു പോസ്റ്റ്. കേന്ദ്ര സർക്കാരിന് കീഴിലൊരു ജോലിയാണ്. അപ്പർ ഏജ് ലിമിറ്റ് നോക്കിയേ, നോട്ട് എക്സീഡിങ് 40 വയസ്സ്. 40 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ആ ഒരു പോസ്റ്റിലേക്ക് 40 വയസ്സ് വരെയുള്ള ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ജനറൽ കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBC, SC, ST, അതുപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ള ആപ്ലിക്കൻസ്, വുമൺ ആപ്ലിക്കൻസ്, ഇവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഏജ് റിലാക്സേഷൻ കൂടി ഒന്ന് നോക്കാം. നോക്കിയേ, നമ്മൾ പറഞ്ഞു 40 വയസ്സ് വരെയാണ് നമ്മുടെ ഏജ്. ജനറൽ കാറ്റഗറിക്കാർക്ക് ഏജ് 40 വയസ്സ് വരെയാണ് പറഞ്ഞു. അപ്പോൾ ഏജ് റിലാക്സേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നോക്കിയേ, SC, ST ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിൽ, OBC കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഭരണഘടന അനുശാസിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. വുമൺ സ്ത്രീകളാണ് എങ്കിൽ, സ്ത്രീ ആണെങ്കിൽ ഓൾ കാറ്റഗറിയിലാണ്. only if applying for PG teacher, TG's post, librarian and PRT. എത്രയാ? 10 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. നിങ്ങൾക്ക് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. 50 വയസ്സ് വരെ.
സ്ത്രീകൾക്ക് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഇത് എന്ന് നോക്കുക. only if applying for PG teacher, TG teacher post, librarian and PRT. ഓക്കെ, നോക്കിയേ, റെഗുലർ NVS എംപ്ലോയി, അതായത് നമ്മുടെ ജവഹർ നവോദയ വിദ്യാലയങ്ങളിലെ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് റെഗുലർ എംപ്ലോയികൾക്ക്. അതുപോലെ തന്നെ KVS-ലും എന്തുണ്ട്, 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ജനറലിനുണ്ട്, 8 വർഷത്തെ OBC-ക്കുണ്ട്, 10 വർഷം SC/ST-ക്കുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഏജ് റിലാക്സേഷൻ വരുന്നത്. SC/ST കാറ്റഗറിക്ക് 5 വർഷം, OBC-ക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ, വുമൺ ആണെങ്കിൽ 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ നോർമലി 40 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനി പറയാൻ പോകുന്നത് PG ടീച്ചർമാരുടെ ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ: integrated postgraduate course from NCTE recognized institution or university in the concerned subject with at least 50% mark in aggregate including B.Ed component. ചില സ്ഥാപനങ്ങൾ ഈ പറഞ്ഞതുപോലെ ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോടൊപ്പം B.Ed കൂടി നൽകാറുണ്ട്. അതിന് 50% മാർക്ക് വേണം കേട്ടോ. അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്കിന് അഗ്രിഗേറ്റ് ഇൻ ദ കൺസേൺഡ് സബ്ജക്ട്. മാസ്റ്റർ ഡിഗ്രിക്ക് 50%, മാസ്റ്റർ ഡിഗ്രിക്ക് എന്ത് വേണം, 50% മാർക്ക് വേണം. അതിനോടൊപ്പം എന്ത് വേണം, മാസ്റ്റർ ഡിഗ്രിക്ക് 50% മാർക്ക് മാത്രം മതിയോ? പോരാ. അതിനോടൊപ്പം B.Ed ഡിഗ്രി ഫ്രം NCTE റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക്. അപ്പം PGക്ക് 50% മാർക്കിനോടൊപ്പം B.Edന് 50% മാർക്ക് ഉണ്ടാവണം. അത്രേ ഉള്ളൂ. നിങ്ങൾ PG ഹോൾഡർ ആണ്, ബന്ധപ്പെട്ട വിഷയത്തിൽ PG ഹോൾഡർ ആണെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് 50% മാർക്കുണ്ട്. അതുപോലെ തന്നെ B.Edന് 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്, അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ് കേട്ടോ. അല്ലെങ്കിൽ 3 year integrated B.Ed M.Ed ഫ്രം NCTE റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക്. അപ്പം ചില യൂണിവേഴ്സിറ്റികളൊക്കെ B.Ed M.Ed ഇന്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട് കേട്ടോ. അതിന് 50% മാർക്ക് ആയാലും അപ്ലൈ ചെയ്യാൻ പറ്റും. 4 year integrated ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഫ്രം NCTE റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ യൂണിവേഴ്സിറ്റി ഇൻക്ലൂഡിംഗ് B.Ed കമ്പണന്റ്. ചില യൂണിവേഴ്സിറ്റികൾ 4 വർഷത്തെ ഡിഗ്രി കൊടുക്കും, അതിനകത്ത് ഇൻക്ലൂഡഡ് B.Ed ആണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആ ഒരു ഡിഗ്രിയുള്ള 50% മാർക്ക് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൊഫഷൻസി ടു ടീച്ച് ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് മീഡിയം. അപ്പോൾ ഹിന്ദിയിലോ ഇംഗ്ലീഷ് മീഡിയത്തിലോ വേണം നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഡേറ്റ് നമുക്ക് നോക്കാം. രജിസ്ട്രേഷൻ ഓപ്പൺ 14-ാം തീയതി ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ കേട്ടോ. 14-ാം തീയതി നവംബർ 14, 2025 രാവിലെ 10 മണിക്ക് രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, രജിസ്ട്രേഷൻ എന്നാ ക്ലോസ് ചെയ്യുന്നത്? 4 ഡിസംബർ 4-ാം തീയതി രാത്രി 11:50 ക്ലോസ് ചെയ്യും. ഫീ ഡെപ്പോസിറ്റ് ഓപ്പൺസ്. ഫീസ് ഉണ്ട് കേട്ടോ. അതിനെ ഫീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഫീസ് ഉണ്ട്. അപ്പോൾ ഫീസ് അടയ്ക്കാൻ 14-ാം തീയതി മുതൽ ഫീസ് അടയ്ക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്ത ഡേറ്റ് മുതൽ തന്നെ അന്ന് തന്നെ ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, ഫീ ക്ലോസസ്, അതായത് 4 ഡിസംബർ 2025 തന്നെ ലാസ്റ്റ് ഡേറ്റാണ്. അന്നുകൊണ്ട് ഫീസ് അടച്ച് നിർത്തിക്കോണം. അല്ലാതെ തൊട്ടടുത്ത ദിവസം ഫീസ് അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് ആവത്തില്ല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ചോണം. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അന്നേരം തന്നെ ഫീസ് അടച്ച് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും, മറന്നുപോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഫീസും അടച്ചങ്ങ് പോയിക്കോണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പരീക്ഷ നമുക്ക് 2 ടയർ പരീക്ഷയുണ്ട്. ടയർ 1, ടയർ 2 പരീക്ഷ, അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ടയർ 1 കോമൺ സിലബസാണ്. എല്ലാവർക്കും ടയർ 1 കോമൺ സിലബസ് ആണ്. TG ടീച്ചറിനെ നമ്മുടെ PG ടീച്ചറും ഒക്കെ സംബന്ധിച്ച് ടയർ 1 കോമൺ സിലബസാണ്. ഈ കോമൺ സിലബസ് നമ്മൾ എഴുതിയെടുക്കാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവപ്പെടുന്നത്. നമുക്കറിയാം ബാക്കി ടയർ 2 വരുമ്പോൾ നമ്മുടെ സബ്ജക്റ്റാണ്. ഈ ടയർ 2 നമ്മുടെ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അതിൽ നോളജ് ഉണ്ടാവും, നമുക്കറിയാം. നമുക്ക് ഏതൊക്കെ മേഖലകൾ വന്നാലും നമ്മൾ PG ഒക്കെ എടുത്ത ആളുകളാണ്, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഡിഗ്രി ഉള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് കൃത്യമായ നോളജ് ഉണ്ടാവും. നല്ലൊരു പരിശീലനവും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും ആ ഒരു മേഖല നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ അതുപോലല്ല ഇത്. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ അഭിരുചി ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും ഈ ഒരു ടോപ്പിക്സിലൊക്കെ. ചിലർക്ക് ഇംഗ്ലീഷ് അറിയണമെന്നില്ല, ചിലർക്ക് ന്യൂമറിക് എബിലിറ്റിയിലായിരിക്കും പാട്, ചിലർക്ക് റീസണിങ്ങിലായിരിക്കും പാട്, അല്ലെങ്കിൽ ചിലർക്ക് ലാംഗ്വേജ് ആയിരിക്കും. ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയാൻ വയ്യ. അല്ലെങ്കിൽ നമ്മളിവിടെ ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ പാർട്ട് 6 ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റാണ്. അവിടെ നമുക്ക് 30 മാർക്കാണ്. അപ്പോൾ അവിടെ ആയിരിക്കും നമുക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ
കൃത്യമായിട്ട് എഴുതിയെടുക്കേണ്ടത്, നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് വരേണ്ടത് എവിടെയാണ്? ടയർ 1ലാണ്. ടയർ 1 കഴിഞ്ഞാൽ നമുക്ക് ടയർ 2 നമ്മൾ പഠിച്ച സബ്ജക്റ്റേ ഉള്ളൂ, പഠിച്ച ടോപ്പിക്സേ ഉള്ളൂ. നമുക്കൊന്ന് പൊടി കെട്ടി എടുത്താൽ മതി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളെ ഈ പ്രിലിംസ് പരീക്ഷയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രിലിംസ് പരീക്ഷയിൽ നമുക്ക് അറിയാം മെയിൻസ് പരീക്ഷയിലോട്ട് കടക്കുമ്പം നമ്മുടെ ഒരു 70% ആളുകളെ ഇവരെന്ത് ചെയ്യും? ഇവർ പുറത്താക്കും. അപ്പോൾ ഈ പുറത്താക്കുമ്പം നമ്മൾ ഈ കാരണത്താൽ നമ്മൾ ഇവിടെ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ പുറത്തു പോകരുത്. കാരണം രണ്ടാമത്തെ പരീക്ഷ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന പരീക്ഷയായിരിക്കും. ഒന്നാമത്തെ പരീക്ഷ പോയാൽ മൊത്തത്തിൽ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ ഒരു ടയർ 1 വേണ്ടിയാണ് ആദ്യം പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്. ഈ ടയർ 1 പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. നമുക്കറിയാം 13,000-ഓളം വേക്കൻസികളുള്ള ഒരു പോസ്റ്റാണ് ഈ PG ടീച്ചർമാരുടെ പോസ്റ്റ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ടയർ 1 എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളുടെ ഓരോ ദിവസത്തെ അധ്വാനം. ഇത് ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റും, നിങ്ങൾക്ക് പലർക്കും പല അഭിരുചിയായിരിക്കും ഈ ഒരു ടോപ്പിക്കുകളിൽ. അപ്പോൾ അഭിരുചി കുറവുള്ള, കാരണം ഏറ്റവും നമുക്ക് വലിയ ദൗർബല്യമുള്ള മേഖലകളുണ്ടാവും. ഇംഗ്ലീഷിലോ GK ഒക്കെ ദൗർബല്യം ഉണ്ടാവും. ആ ദൗർബല്യങ്ങളെ മറികടക്കാനാണ് ടയർ 1 നമ്മൾ ശ്രമിക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ടയർ 1 വിൽ ബി പ്രിലിമിനറി ക്വാളിഫയിങ് എക്സാമിനേഷൻ OMR ഒബ്ജക്റ്റീവ് മോഡാണ്. OMR ഒബ്ജക്റ്റീവ് മോഡാണ്. ദ ടെസ്റ്റ് ഫോർ ആൾ ദ പോസ്റ്റ് എക്സെപ്റ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഇൻ നവോദയ വിദ്യാലയ will be a 2 hours duration without any time limit for each part of the test individually. അപ്പോൾ 2 മണിക്കൂറാണ് നമുക്ക് ഈ പരീക്ഷയ്ക്ക്, അതായത് ടയർ 1 നമുക്ക് സമയം 2 മണിക്കൂറാണ്. ടയർ 1 പരീക്ഷയുടെ സമയം എത്രയാ? 2 മണിക്കൂറാണ് നമുക്ക് കിട്ടുന്നത്. OMR എക്സാമിനേഷൻ ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ്. ഒബ്ജക്റ്റീവ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് അല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക. നോക്കിയേ, കമ്പോണന്റ് ഓഫ് ദ ടെസ്റ്റ്, അതിൽ പാർട്ട് 1 ഏതാ? ജനറൽ റീസണിങ് ആണ്. ജനറൽ റീസണിങ് ആണ്. നമുക്ക് നോക്കിയേ, 3 മാർക്ക് വെച്ചാണ്. ഒരു ചോദ്യത്തിന് 3 മാർക്ക് വെച്ചാണ്. ഒരു ചോദ്യത്തിന് എത്ര മാർക്കാ? 3 മാർക്കാണ്. മൊത്തം 100 ചോദ്യങ്ങളുണ്ടാവും. 300 മാർക്കാണ് മൊത്തത്തിൽ വരുന്നത്. അപ്പൊ നോക്കിയേ, ടോട്ടൽ 100 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് 3 മാർക്ക്, ടോട്ടൽ എത്ര മാർക്കാ? 300 മാർക്കാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. അപ്പോൾ ഓരോ മാർക്കും ഓരോ ചോദ്യവും അത്രമാത്രം പ്രസക്തമായിരിക്കുന്നു. അപ്പം ഒരു ചോദ്യം തെറ്റിയാൽ നമുക്കറിയാം നെഗറ്റീവ് കൂടിയുണ്ട്. പ്രിലിംസ് പരീക്ഷയ്ക്ക് 3 ചോദ്യത്തിന് 1 മാർക്ക്, 3 തെറ്റിന് 1 മാർക്ക് നെഗറ്റീവാണ്. 3 തെറ്റിന് 1 മാർക്ക് നെഗറ്റീവ് മാർക്കുണ്ട്. നമ്മൾ തെറ്റിക്കുന്നത് മൊത്തം പോകുന്നത് മാത്രമല്ല, 1 മാർക്ക് നെഗറ്റീവും കൂടി കയറി വരും. 3 ചോദ്യത്തിന് 1 മാർക്ക് നെഗറ്റീവ് വരും. നോക്കിയേ, ജനറൽ റീസണിങ് 20 ക്വസ്റ്റ്യൻ 60 മാർക്ക്, ന്യൂമറിക് എബിലിറ്റി 20 ക്വസ്റ്റ്യൻ 60 മാർക്ക്, ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി 20 ക്വസ്റ്റ്യൻ 60 മാർക്ക്, GK ഇപ്പൊ GK ജനറൽ നോളജ് പാർട്ട് 4 ജനറൽ നോളജ് എത്രയാ? 20 ക്വസ്റ്റ്യൻ 60 മാർക്ക്, 20 ക്വസ്റ്റ്യൻ 60 മാർക്ക്, 3 മാർക്ക് വെച്ചാണ്. ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് പാർട്ട് 5, അത് ഇംഗ്ലീഷ് ആണ്. പാർട്ട് 5 ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ്, അത് നമുക്ക് എത്രയാ? 10 ക്വസ്റ്റ്യൻ 30 മാർക്ക്. 10 ക്വസ്റ്റ്യനേ ഉള്ളൂ, പക്ഷെ 30 മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം ആലോചിച്ചോണം. അപ്പോൾ ഓരോ ചോദ്യത്തിനും അത്രമാത്രം പ്രസക്തി ഉണ്ട്, അത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യം ആലോചിച്ചോണം. 1 മാർക്കല്ല, 3 മാർക്കാണ്. അതുപോലെ തന്നെ ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് ആണ് പാർട്ട് 6. നേരത്തെ ഹിന്ദി കമ്പൽസറി ആയിരുന്നു. ഹിന്ദി കമ്പൽസറി ആയിരുന്നു ഈ പാർട്ട് 6. പാർട്ട് 6 ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റിൽ ഹിന്ദി നേരത്തെ കമ്പൽസറി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വൺ അതർ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ്, ഈ വൺ അതർ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിൽ ഏകദേശം 12 ലാംഗ്വേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12 ലാംഗ്വേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിലുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. അത് നമ്മുടെ മലയാളമുണ്ട്, തമിഴുണ്ട്, കന്നഡ അടക്കം 12 ലാംഗ്വേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് മലയാളം നമ്മൾ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റിൽ മലയാളമായിരിക്കും ലോക്കൽ ലാംഗ്വേജ്. അപ്പോൾ അതും എത്ര മാർക്കുണ്ട്? 10 ചോദ്യം 30 മാർക്കുണ്ട്, അതിനും 30 മാർക്കുണ്ട്. അപ്പോൾ നോക്കിയേ, ടോട്ടൽ 100 മാർക്ക്, 100 ചോദ്യം 300 മാർക്ക്, ടോട്ടൽ 100 ചോദ്യം 300 മാർക്ക്. 3 ചോദ്യത്തിന് 1 മാർക്ക്, 3 തെറ്റിന് 3 തെറ്റ് വന്നാൽ 1 മാർക്ക് എന്താണ്? നെഗറ്റീവ് പോവും. 1 മാർക്ക് നെഗറ്റീവ് പോവും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, വളരെ വളരെ കൃത്യമാണ്.
ഈ ഒരു സിലബസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഇതിന്റെ ക്ലാസ്സുകൾ മാസ്റ്റർ കീ അക്കാഡമി ഉടൻ ആരംഭിക്കുകയാണ്. നിങ്ങൾ കൃത്യമായിട്ട് വന്നാൽ നമുക്ക് ഒരുമിച്ച് പഠിച്ച് കൃത്യമായിട്ട് നമ്മുടെ എക്സ്പെർട്ട് ആയിട്ടുള്ള അധ്യാപകരുടെയൊക്കെ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാം. ഈ പരീക്ഷകൾക്കെല്ലാം ഒറ്റ ഒരു നമ്മുടെ എനിക്ക് തോന്നുന്നു മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ഒഴികെ ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു സിലബസ് തന്നെ ആയിരിക്കും എന്തിന് വരുന്നത്, പ്രിലിംസിന്റെ സിലബസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് PG ടീച്ചറിന്റെ മെയിൻസിന്റെ സിലബസ് നോക്കി. മെയിൻസ് ടയർ 2 ആണ്, ടയർ 2 ആണ്. അതിന് നമുക്ക് 2.5 മണിക്കൂർ. ടെസ്റ്റ് വിൽ ബി 2.5 hours ഡ്യൂറേഷൻ വിത്തൗട്ട് എനി ടൈം. അപ്പോൾ നമുക്ക് ടയർ 2ന് 2.5 മണിക്കൂറാണ് നമ്മുടെ എക്സാമിന്റെ ടൈം 2.5 മണിക്കൂറാണ് ടയർ 2ന്. അപ്പൊ നോക്കിയേ, ഡീറ്റെയിൽഡ് സിലബസ് ഓൺ KV ആൻഡ് നമ്മുടെ നവോദയ വിദ്യാലയ വെബ്സൈറ്റ് അണ്ടർ റിക്രൂട്ട്മെന്റ് ഹെഡിങ്. അപ്പോൾ ഈ ഒരു മെയിൻ ടയർ 2ന്റെ നിങ്ങൾ ഏതാണോ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആണ്. നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാ, നിങ്ങൾ കെമിസ്ട്രി ആണോ, ഫിസിക്സ് ആണോ, ഇംഗ്ലീഷ് ആണോ, ഹിന്ദി ആണോ, അതായിരിക്കും ചോദിക്കുന്നത്. നിങ്ങളുടെ സബ്ജക്റ്റ് ഓറിയന്റഡ് പരീക്ഷയാണ് ടയർ 2 എന്ന് പറയുന്നത്. അതെന്താണ്, ഒബ്ജക്റ്റീവും ഉണ്ട് ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്, ഒബ്ജക്റ്റീവും ഉണ്ട് ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകം അത് ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ് 60 ചോദ്യം ഉണ്ടാവും. ഒബ്ജക്റ്റീവിന് 60 ചോദ്യം ഉണ്ടാവും. 60 മാർക്കാണ്, 1 മാർക്ക് വെച്ച്. ഡിസ്ക്രിപ്റ്റീവിന് 10 ചോദ്യങ്ങളെ ഉണ്ടാകത്തുള്ളൂ, 40 ടോട്ടൽ മാർക്ക്. അതായത് ഒരു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്ക് ഒരു ചോദ്യത്തിന് 4 മാർക്ക് വെച്ചാണ് കേട്ടോ. ഡിസ്ക്രിപ്റ്റീവിന് ഒരു ചോദ്യത്തിന് 4 മാർക്ക് വെച്ച്, അങ്ങനെ 10 ചോദ്യം ഉണ്ടാവും. ടോട്ടൽ 40 മാർക്ക്. 60 മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ്. അങ്ങനെ 2 ടൈപ്പ് മൊത്തത്തിൽ 100 മാർക്ക് ആയിരിക്കും. ടോട്ടൽ 100 മാർക്കിനായിരിക്കും എന്ത് വരുന്നത്, പരീക്ഷ വരുന്നത്. 70 ചോദ്യങ്ങളെ ഉണ്ടാകത്തുള്ളൂ. 60 ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവും 10 ചോദ്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവും. അങ്ങനെ മൊത്തം 70 ചോദ്യവും 100 മാർക്കും ആയിരിക്കും. ഓക്കെ, ടയർ 2ന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പറഞ്ഞു ടയർ 2ൽ, ടയർ 1ൽ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് 1/3, അതായത് 0.33 മാർക്കാണ് നമുക്ക് നെഗറ്റീവ് ഒരു ചോദ്യത്തിന് വരുന്നതെങ്കിൽ ഇവിടെ 4 തെറ്റിന് 1 മാർക്കേ പോകത്തുള്ളൂ. 4 തെറ്റിന് 1 മാർക്ക് പോകും. 1 മാർക്ക് നെഗറ്റീവ്. 4 തെറ്റിന് 1 മാർക്ക് നെഗറ്റീവ് ആണ്. അതായത് 0.25 മാർക്ക് നഷ്ടപ്പെടും. ഓരോ ചോദ്യം തെറ്റിയാലും, നമ്മൾ ഉത്തരം തെറ്റിച്ചാൽ ഒരു ചോദ്യത്തിന് 0.25 മാർക്ക് വെച്ച് പോകും. അങ്ങനെ 4 ചോദ്യത്തിന് 1 മാർക്ക് നഷ്ടപ്പെടും. നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല. അറ്റൻഡ് ചെയ്യാത്തതിന് നെഗറ്റീവ് മാർക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം ഒബ്ജക്റ്റീവ് പരീക്ഷയും ഡിസ്ക്രിപ്റ്റീവും ആണ് ടയർ 2. ടയർ 1 ആണെങ്കിൽ പ്യുവർലി ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയായിരിക്കും. ഇതിന് ശേഷം എന്തുണ്ടാവും, ഇന്റർവ്യൂ കൂടി ഉണ്ടാവും. ഇതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഇതിന്റെ നിയമനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഇതിന് നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെ ഉറപ്പായിട്ടും സെലക്ട് ചെയ്യപ്പെടും. അപ്പൊ 100 മാർക്കിനാണ് ഇന്റർവ്യൂവും വരുന്നത്. ഇന്റർവ്യൂവിന്റെ ക്ലാസ്സുകളും മാസ്റ്റർ കീ അക്കാഡമി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഒബ്ജക്റ്റീവ് ടയർ 1, ടയർ 2 ഇന്റർവ്യൂ ക്ലാസ്സുകളും മാസ്റ്റർ കീ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു എക്സാമിനേഷൻ ഫീസ് അടയ്ക്കുന്ന കാര്യം പറഞ്ഞു. എക്സാമിനേഷൻ ഫീസ് നോക്കിയേ, അസിസ്റ്റന്റ് കമ്മീഷണർക്ക് 2300, പ്രോസസ്സിംഗ് ഫീസ് 500, പ്രിൻസിപ്പൽ 2300, 500, വൈസ് പ്രിൻസിപ്പലും 2300, പ്രോസസ്സിംഗ് 500, PG ടീച്ചർ 1500 രൂപയാണ് എക്സാമിനേഷൻ ഫീസ്. പ്രോസസ്സിംഗ് ഫീസ് 500, ടോട്ടൽ 2000 രൂപയാണ് കേട്ടോ. ടോട്ടൽ 2000 രൂപയാണ് നമ്മുടെ നവോദയ വിദ്യാലയങ്ങളിലേക്കും അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാലയങ്ങളിലേക്കുള്ള PG ടീച്ചറിന്റെ എക്സാമിനേഷൻ ഫീ മൊത്തം വരുന്നത് 1500 രൂപ. എക്സാമിനേഷൻ ഫീസും പ്രോസസ്സിംഗ് ഫീസ് 500 രൂപ. അങ്ങനെ 2000 രൂപയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും അതുപോലെ തന്നെ ബാക്കി TG ടീച്ചർ അത് അവർക്കും സെയിം ആണ്. ലൈബ്രറിയന് സെയിം ആണ്. PRTക്ക് സെയിം ആണ്. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർക്കും സെയിം ആണ്. ജൂനിയർ ട്രാൻസ്ലേറ്റർക്കും സെയിം ആണ്. പിന്നെ താഴോട്ട് നമ്മുടെ ഇതെല്ലാം നമുക്ക് നോൺ ടീച്ചിങ് പോസ്റ്റുകളാണ്. സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റും സ്റ്റെനോഗ്രാഫർ, അതൊക്കെ 1200 രൂപയാണ് എക്സാമിനേഷൻ ഫീസ്. 500 രൂപ പ്രോസസ്സിംഗ് ഫീസ് ഫിക്സ്ഡ് ആണ്. ലാബ് അറ്റൻഡന്റ് ഉണ്ട്. ലാബ് അറ്റൻഡന്റിന് എന്താണ് 1200 പ്ലസ് 500 1700 ആണ് ഫീസ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഫീസ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ ഫീസ് കൂടി അടച്ച് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളൊക്കെ കാത്തിരുന്ന നവോദയ വിദ്യാലയങ്ങളിലെയും കേന്ദ്ര വിദ്യാലയങ്ങളിലെയൊക്കെ ഉള്ള മെഗാ റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രിലിംസ് പരീക്ഷ ആദ്യം പാസ്സാവുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പോൾ നമ്മുടെ പഠനത്തോടൊപ്പം കൃത്യമായൊരു പരിശീലനം കൂടി നിങ്ങൾക്ക് ലഭിച്ചാൽ
വളരെ നന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. ആയിരക്കണക്കിന് വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവസരം പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ടയർ 1-ൻ്റെയും ടയർ 2-ൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മാസ്റ്റർ കീ അക്കാദമിയുടെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം, പഠനം ആരംഭിക്കാം. ഓക്കെ.